കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. അയാളൊരു കണക്കിന് രാത്രി തന്നെ വന്നത് നന്നായി. പകല് വന്നാലും അങ്ങനെ AC ഇടുന്ന ശീലം അയാൾക്കില്ല, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. പക്ഷേ രാത്രിയിൽ അയാളൊരു 2-3 മണിക്കൂർ AC സെറ്റ് ചെയ്ത് വയ്ക്കും. പിന്നെ അയാൾക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, കിടന്നാൽ ഉടനെ ഉറങ്ങും. അതായത് AC ഇട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ അയാൾ ഉറങ്ങും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞേ ആ വിഷവാതകം മൂക്കിലേക്ക് തുളച്ചു കയറും. അതിനുശേഷമായിരിക്കും ശ്വാസം മുട്ടലുണ്ടായിട്ട് അയാൾ ഉണരാൻ പോകുന്നത്. കാലിന് സ്വാധീനമില്ലല്ലോ, അതുകൊണ്ടിരുന്ന് നിരങ്ങാനല്ലേ പറ്റൂ. അങ്ങനെ ഇരുന്ന് നിരങ്ങി ബെഡിൽ നിന്ന് വീഴുന്ന അവൻ അവിടെ കിടന്ന് തന്നെ അന്ത്യയാത്രയാവും. ഉണ്ണിയേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, മഹാലക്ഷ്മിയും കണ്ണനും ഒക്കെ ദൈവത്തിന്റെ മണ്ണാൻ കട്ട. ഒരു ദൈവത്തെ പോലും എനിക്ക് വിശ്വാസമില്ല. ഒരു ഭാഗത്തേക്ക് മാത്രം ചായുന്ന ദൈവത്തെ എന്തിനാ നമ്മൾ ഭയക്കുന്നത്, പരിഗണിക്കുന്നത്? ലക്ഷ്മി കൊണ്ടുവന്ന് പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പ വിഗ്രഹത്തിന് ശക്തി ഉണ്ടെന്ന് ഉണ്ണിയേട്ടന്റെ അമ്മ പോലും സമ്മതിച്ചു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞാ അയാളുടെ അസ്ഥി കടലിൽ ഒഴുക്കിയതിനു ശേഷം പിന്നെ കടലിൽ ഒഴുക്കാൻ പോകുന്നത് ആ വിഗ്രഹം. അന്നൊരിക്കല് നമ്മളത് പുഴയിൽ എറിഞ്ഞതല്ലേ ഉണ്ണിയേട്ടാ, എന്നിട്ടും തിരിച്ചു വന്നില്ലേ? അതൊന്നും ഓർത്തിട്ട് ഞാൻ എന്റെ പ്ലാൻ മാറ്റാൻ പോകുന്നില്ല. കേവലം ഒരു വിഗ്രഹത്തിന് അങ്ങനെ നീന്തി കയറി വരാൻ കഴിവുണ്ടെങ്കിൽ വരട്ടെ. എന്നാലും കണ്ണന് പിന്നാലെ നിന്റെ ചേച്ചി സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന ആ വിഗ്രഹവും ഞാൻ ഒഴുക്കിവിടും. അതങ്ങ് ഒഴുകിപ്പോട്ടെ. എന്നിട്ട് ഏതെങ്കിലും കരയിൽ പോയി അടിയട്ടെ. അവിടെ മത്സ്യത്തൊഴിലാളികൾക്കോ മറ്റുള്ളവർക്കോ കിട്ടുന്ന വിഗ്രഹം അവര് കൊണ്ടുപോയി ആരാധിക്കട്ടെ. അങ്ങനെ ഇവിടെ ഒരുപാട് അമ്പലങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഉണ്ണിയേട്ടാ, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. കുഞ്ഞുണ്ടെങ്കിലേ സമയാസമയത്ത് നീ ഉറങ്ങണം. നിന്റെ ആരോഗ്യം നീ നോക്കണം. അതുകൊണ്ട് നീ ഉറങ്ങാൻ നോക്ക്. ഞാൻ ആത്മവിശ്വാസത്തോടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവളെ തന്നെ തകർക്കാൻ നോക്കുന്നു. ഇപ്പോ മഴയുള്ള സമയമാണ്. ചില സമയത്ത് നല്ല ഇടിമിന്നലും ഉണ്ടായ KCB-ക്കാർ ഫ്യൂസ് ഊരിക്കളയും. അങ്ങനെ കറണ്ട് പോയാ പെട്ടത് തന്നെ. ഇൻവെർട്ടറിലാണെങ്കിൽ ചില സമയത്ത് AC വർക്ക് ചെയ്യില്ല. ഇന്ന് ഉണ്ണിയേട്ടൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നാളെ ചിലപ്പോ രാവിലെ ആ മുറിയിൽ തൂക്കാനും തുടയ്ക്കാനും ചെല്ലുന്ന അമ്മ അവിടുത്തെ AC ഇട്ടെന്ന് വരും. അതുകൊണ്ട് നിനക്ക് ദൈവങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്ക്. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ.